പ്രിയരെ, ഇന്നത്തെ ചിന്ത ആരുടെയും കൂടെ നടക്കുന്ന ദൈവം എന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തില്, ഇതാ ഞാൻ നിന്നോടുകൂടെയുണ്ട്, നീ പോകുന്നിടത്തേക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തിലേക്ക് നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതം ദൈവം നമ്മോടൊപ്പം നടക്കാൻ തീരുമാനിച്ചതാണ്. ദൈവം ഒരു രാജാവിന്റെ മഹത്വത്തിലും ഭീതിജനകമായ ശക്തിയിലുമല്ല, മറിച്ച് ഒരു സാധാരണ കുഞ്ഞായി സാധാരണ കുടുംബത്തിൽ ജനിച്ചു. കർത്താവ് നമ്മുടെ ദുഃഖവും സന്തോഷവും ക്ഷീണവും പ്രതീക്ഷകളും നേരിട്ട് അനുഭവിച്ചു. യേശുവിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം വളരെ അടുത്തു വരികയാണ് എന്നതാണ്. കർത്താവ് ദുഃഖിക്കുന്നവരോടൊപ്പം കരഞ്ഞു, സന്തോഷിക്കുന്നവരോടൊപ്പം പുഞ്ചിരിച്ചു, രോഗികളെ സ്പർശിച്ചു, പുറത്താക്കപ്പെട്ടവരെ സ്വീകരിച്ചു. ദൈവം നമ്മെ വിട്ടുനിൽക്കുന്നില്ല. നമ്മുടെ ഓരോ പിരിമുറുക്കത്തിലും ഓരോ ദുഃഖത്തിലും ദൈവം നമ്മോടൊപ്പമുണ്ട്. ദൈവം മനുഷ്യനായി വന്നതിന്റെ വലിപ്പം കർത്താവ് നമ്മെ മനസ്സിലാക്കുന്നു എന്നതാണ്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ കണ്ണുനീര്, നമ്മുടെ സന്തോഷം എല്ലാം ദൈവം അനുഭവിച്ചു. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ദൈവം നമ്മെ ഉപേക്ഷിക്കില്ല. കർത്താവ് നമ്മോടൊപ്പം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യവും കരുണയും നമ്മെ ചുറ്റിപ്പിടിച്ചിരിക്കും. ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്ന ഈ സത്യത്തിൽ നിന്ന് നമുക്ക് പ്രത്യാശയും ധൈര്യവും കണ്ടെത്താം. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.